ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ വെബ് പേജിനകത്ത് എങ്ങനെയാണ് ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇൻസേർട്ട് ചെയ്യാന്നുള്ളത്. വെബ് പേജിനകത്ത് മൾട്ടിമീഡിയ ഇൻസേർട്ട് ചെയ്യാം. മ്യൂസിക് വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മൾട്ടിമീഡിയ എന്ന് പറയാം, സിംഗിൾ വേർഡിൽ. ഓക്കെ, സോ ഒരു മൾട്ടിമീഡിയ കണ്ടൻറ്റ് നമ്മുടെ വെബ് പേജിനകത്ത് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പല വെബ് പേജ് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വീഡിയോ പ്ലേ ചെയ്യുന്നത് കാണാം, മ്യൂസിക് കാണാം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടൻറ്റ്സ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടി നമ്മൾ എംബഡ് എന്ന് പറയുന്ന ടാഗാണ് യൂസ് ചെയ്യുന്നത്, എംബഡ് ടാഗ്. ഓക്കെ, എംബഡ് ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൾട്ടിമീഡിയ ഇൻസേർട്ട് ചെയ്യുന്നത്. എംബഡ് ടാഗിൻ്റെ ഒരു മെയിൻ ആട്രിബ്യൂട്ടാണ് SRC, സോഴ്സ് എന്ന് പറയുന്നത്. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് ഫയലാണ് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നാണ്. നമ്മൾ IMG ടാഗിൻ്റെ പഠിച്ച പോലെ തന്നെ SRC ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് സോഴ്സ് ഫയൽ, മ്യൂസിക്കിൻ്റെ അല്ലെങ്കിൽ വീഡിയോയുടെ മൾട്ടിമീഡിയയുടെ സോഴ്സ് ഫയൽ കൊടുക്കാൻ വേണ്ടി SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഹൈറ്റ് വിഡ്ത്തൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ആ വിൻഡോ, അത് ഡിസ്പ്ലേ ചെയ്യുന്ന വിൻഡോയുടെ മൾട്ടിമീഡിയ കണ്ടൻറ്റ് നമ്മുടെ വെബ് പേജിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയുടെ ഹൈറ്റും വിഡ്ത്തും സൈസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈറ്റും വിഡ്ത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹൈറ്റ് വിഡ്ത്ത് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സ്. സോ ഇതിനെ നമ്മൾ നേരത്തെ ഇമേജിൻ്റെയൊക്കെ കണ്ട പോലെ നമുക്ക് വേണമെങ്കിൽ പിക്സൽസിൽ കൊടുക്കാം, അല്ലെങ്കിൽ പെർസെൻറ്റേജ് വാല്യൂ, സ്ക്രീൻ സൈസിൻ്റെ 50% അല്ലെങ്കിൽ 30% എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പെർസെൻറ്റേജ് വാല്യൂ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വാല്യൂസ് കൊടുക്കാം. ദെൻ അലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ ലെഫ്റ്റ് അലൈൻ ചെയ്യണോ, സെൻറ്ററിൽ വേണോ, റൈറ്റിൽ വേണോ എന്നൊക്കെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ഓൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഈ IMG ഇമേജ് ടാഗിൽ യൂസ് ചെയ്ത പോലെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് മീഡിയ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓൾട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഹിഡൻ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഈ മീഡിയ ഹൈഡ് ചെയ്ത് വെക്കാൻ, ഈ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ആ വിൻഡോ ഡിസ്പ്ലേ ചെയ്യണോ, അതല്ലെങ്കിൽ അത് ഹിഡൻ ആക്കി വെച്ചിട്ട് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പ്ലേ ചെയ്യുന്ന രൂപത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. സോ ഇങ്ങനെയാണ് ഈ ഹിഡൻ എൻ്റെ വാല്യൂ ട്രൂ ഫാൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ എനേബിൾ ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്ത് വയ്ക്കാം, ഹിഡൻ ആക്കി വയ്ക്കാം. സോ ഇതിന് വേണ്ടിയിട്ട് ഇത് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു കമാൻഡാണ് ഇവിടെ, ഒരു ചെറിയൊരു കോഡ് സെഗ്മെൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഹെഡ്, ബോഡിക്കകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അലൈൻ സെൻറ്ററിൽ ആഡിങ് മ്യൂസിക് ആൻഡ് വീഡിയോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ മ്യൂസിക് ആൻഡ് വീഡിയോ എന്ന് പറയുന്ന ആ ടൈറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട്, ആഡിങ് മ്യൂസിക് ആൻഡ് വീഡിയോ. ഓക്കെ, ആ ടൈറ്റിൽ എന്ന് പറയുന്നത് ഹെഡിങ്. ഓക്കെ, അത് H2 ടാഗിലാണ് കൊടുത്തിരിക്കുന്നത്, അത് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു പീസ് ഓഫ് ടെക്സ്റ്റ് ആണ്, ഹിയർ ഈസ് എ ടാഗ് എംബഡ് ബോൾഡിൽ കൊടുത്തിട്ടുണ്ട്, വിത്ത് മൾട്ടിമീഡിയ ഫീച്ചേഴ്സ്. അതൊരു പീസ് ഓഫ് ടെക്സ്റ്റ് ആണ്, ആ ടെക്സ്റ്റ് അതുപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിമീഡിയ വിൻഡോ നെക്സ്റ്റ് ലൈനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നെക്സ്റ്റ് ലൈനിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ ഹിയർ ഈസ് എ ടാഗ് എംബഡ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് പീസ് ഈ വിൻഡോയുടെ സൈഡിലൊക്കെ ആയിട്ട് ഡിസ്പ്ലേ ചെയ്തു വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അത് മുകളിൽ ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം വിൻഡോ താഴെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ബ്രേക്ക് കൊടുത്തിട്ടുള്ളത്. ദെൻ എംബഡ് ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. എംബഡ് ടാഗിനകത്ത് SRC = song1.mp3. സോ ഈ song1.mp3 എന്ന് പറയുന്ന ഈ ഫയലാണ് ഇവിടെ പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, സോ ആ സോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ ഇപ്പം വീഡിയോ 1.mp4 അല്ലെങ്കിൽ JPG എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വീഡിയോയുടെ ഫയലും നമുക്ക് കൊടുക്കാം. ദെൻ വിഡ്ത്ത് ഈ വിഡ്ത്തും ഹൈറ്റും 360 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ വിൻഡോ ഡിസ്പ്ലേ ചെയ്യുന്ന ഈ വിൻഡോയുടെ സൈസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്ര വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ വിഡ്ത്താണ്. ദെൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഹൈറ്റാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. ദെൻ എംബഡ് ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കോഡ് എംബഡ് ടാഗിനകത്ത് നമ്മൾ സോഴ്സ് കൊടുക്കുന്ന നമ്മൾ ഇമേജ് കൊടുക്കുന്ന അതുപോലെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോഴ്സ് കൊടുക്കുന്നു, അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും കൊടുക്കുന്നു, എംബഡ് ടാഗ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ്
മ്യൂസിക്കും മ്യൂസിക് ഫയലും വീഡിയോ ഫയലും മീൻസ് മൾട്ടിമീഡിയ ഫയലും നമ്മുടെ വെബ് പേജിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ വേറൊരു ടാഗും കൂടെ നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്, നോ എംബഡ് എന്ന് പറയുന്ന ടാഗ്. നോ എംബഡ് യൂസ് ചെയ്യുന്നത് അഥവാ എംബഡ് ടാഗ് നമ്മുടെ ബ്രൗസർ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ നമ്മുടെ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യുമ്പം അവിടെ ഒരു കണ്ടന്റ് വർക്ക് ചെയ്യാത്ത ഒരവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെയാകുമ്പോൾ വ്യൂവേഴ്സിന് അതൊരു ബുദ്ധിമുട്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഥവാ നമ്മുടെ എംബഡ് ടാഗ് വ്യൂ ചെയ്യുന്ന വ്യൂവറിൻ്റെ ബ്രൗസർ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നോ എംബഡ് ടാഗ് വെച്ചിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യിക്കാം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ നോ എംബഡ് ടാഗിനകത്ത് IMG ഇമേജ് ആണ്, ഒരു ഇമേജാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ആ IMG ടാഗിൽ book2.jpg എന്ന് പറയുന്ന ഒരു ഇമേജ് അവിടെ ഡിസ്പ്ലേ ചെയ്യും. അഥവാ വീഡിയോ ഡിസ്പ്ലേ മൾട്ടിമീഡിയ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓഡിയോ ഫയൽ ഇവിടെ ഒരു കണ്ടോ എംബഡിനകത്ത് ഇവിടെ ഒരു alan.mp4 എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഇതിനകത്ത് കണ്ടോ ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. നേരത്തെ കോഡിൽ നമ്മളിവിടെ ഒരു ഓഡിയോ ഫയലായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ ഇതൊരു വീഡിയോ ഫയലാണ്. അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ താഴെയാണ് വന്നിട്ടുണ്ട് കണ്ടോ. ദെൻ ഇവിടെ അഥവാ ഇത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ നോ എംബഡിനകത്തുള്ള ഈ ഇമേജ് ഫയൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും ഈ വിൻഡോയ്ക്കകത്ത്. ഓക്കെ, ദെൻ അതിന് അഥവാ ഇമേജും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റീവ് മെസ്സേജ് എന്നുള്ള പോലെ ഓൾട്ടർനേറ്റീവ് മീഡിയ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടെക്സ്റ്റ് കണ്ടന്റ് ഇവിടെ ഒരു ടെക്സ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. സോ നോക്കുക, ഇവിടെ ഈ മീഡിയ കൺട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ പോസ് ബട്ടൺ വന്നിട്ടുണ്ട്, വോളിയം ബട്ടൺ വന്നിട്ടുണ്ട് ഇതിനകത്ത് ഈ വിൻഡോയ്ക്കകത്ത്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു കണ്ടന്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എംബഡ് ടാഗ് യൂസ് ചെയ്യുന്നത്. നമ്മളത് പ്രത്യേകമായിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഈ എംബഡ് ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിമീഡിയ കണ്ടൻറ്റ്സ് നമ്മുടെ വെബ് പേജിനകത്ത് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഈ നോ എംബഡിൻ്റെയൊക്കെ യൂസസ് പലപ്പോഴും ചോദിക്കാറുണ്ട് എക്സാമിന്. ഇനി നമുക്ക് നമ്മുടെ വെബ് പേജിനകത്ത് ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ വെബ് പേജ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടി നമുക്ക് വെബ് പേജ് വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാം. സോ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാൻ വേണ്ടി BG സൗണ്ട് എന്ന് പറയുന്ന ഒരു ടാഗ് യൂസ് ചെയ്യാം. നമുക്ക് BG സൗണ്ട് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാം. അതിന് ആട്രിബ്യൂട്ട്സ് ഒന്ന് വോളിയമാണ്, ഒന്ന് സോഴ്സ് ആണ്. മെയിൻ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് ആണ്. ദാറ്റ് മീൻസ് ആ വീഡിയോ അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ സോഴ്സ് ഫയലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ സോഴ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ വോളിയം എന്ന് പറയുന്നത് ആ മ്യൂസിക് വേണമെങ്കിൽ ഒരു ലൈറ്റ് വളരെ ചെറിയ സൗണ്ടിലൊരു സോഫ്റ്റ്വെയർ മ്യൂസിക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ടിലൊരു ഹാർഡർ മ്യൂസിക്, ഡിപ്പെൻഡ്സ് ഓൺ ദ വെബ്സൈറ്റിൻ്റെ നേച്ചർ എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്കൊരു ലൈറ്റായിട്ടുള്ളൊരു സോങ് വേണമെങ്കിൽ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു വളരെ സൗണ്ടിൽ ഡിപ്ലേ ചെയ്യുന്ന ഒരു മ്യൂസിക് വേണമെങ്കിൽ കൊടുക്കാം. സോ അതിന് നമുക്ക് വോളിയം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. ദെൻ ലൂപ്പാണ്. ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫോൾട്ട് ഇതിൻ്റെ ഇൻഫൈനൈറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കൊടുക്കുന്ന ഈ സോങ് ഒരു മ്യൂസിക് ഫയൽ കൊടുക്കണമല്ലോ, അത് ഇത്ര സമയം ഉണ്ടാവില്ല, അത് എത്ര ടൈംസ് അത് പ്ലേ ചെയ്യണം എന്നുള്ളതാണ് ലൂപ്പ് കൊടുക്കുന്നത്. ഇപ്പോൾ 2 ടൈംസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 2 പ്രാവശ്യം ആ ഫയൽ കംപ്ലീറ്റ് പ്ലേ ചെയ്തതിന് ശേഷം പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്റ്റോപ്പ് ആവും ഓട്ടോമാറ്റിക്കലി. ഇനി അതല്ല, നമുക്ക് ആ വെബ് പേജ് എത്ര സമയം ഓപ്പൺ ചെയ്ത് വെക്കുന്നു അത്ര സമയം നമുക്ക് മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇൻഫൈനൈറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ലൂപ്പ് ഇസ് ഈക്വൽ ടു ഇൻഫൈനൈറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഡിഫോൾട്ടായിട്ട് ഇൻഫൈനൈറ്റ് ആണ്. ഇനി ഇൻഫൈനൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വേണമെങ്കിൽ 2 ടൈംസ് 3 ടൈംസ് ഒക്കെ പ്ലേ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന രൂപത്തിൽ നമുക്കതിൻ്റെ ലൂപ്പ് സെറ്റ് ചെയ്യാം. ലൂപ്പ് ഇസ് ഈക്വൽ ടു 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3 ടൈംസ് പ്ലേ ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ നമ്മുടെ വെബ് പേജിന് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ടേബിൾ എങ്ങനെയാണ് നമ്മുടെ
വെബ് പേജിനകത്ത് കൊടുക്കുന്നതാണ്. ക്രിയേറ്റിംഗ് എ ടേബിൾ. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട് കേട്ടോ. ടേബിളിൻ്റെയൊക്കെ വെച്ചിട്ട് ടേബിളിൻ്റെ ആട്രിബ്യൂട്ട്സും അതിൻ്റെ ടാഗ്സിനെ കുറിച്ചിട്ടൊക്കെ പലപ്പോഴും ഒരു 100% എന്ന് വേണമെങ്കിൽ പറയാം ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പോൾ ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റാണ് ടാഗിൻ്റെ പേരാണ് ടേബിൾ ടാഗ്. ഓക്കെ, ടേബിൾ ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട്സ് ആണ് ഒന്ന് ബോർഡർ. ടേബിളിനൊരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബോർഡർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. പിന്നെ നമ്മളുടെ ടേബിളിന് ബോർഡർ കളർ കൊടുക്കാം. ബോർഡറിന് നമുക്ക് കളർ കൊടുക്കാം ടേബിൾ. ദെൻ അത് സെൻറ്ററിലോ ലെഫ്റ്റ് റൈറ്റ് അലൈൻ കൊടുക്കാൻ വേണ്ടി അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് BG കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ദെൻ സെൽ സ്പേസിങ്, സെൽ പാഡിംഗ് ഒക്കെ നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്ത് കാണിക്കുമ്പോൾ ഞാൻ പറയാം. ദെൻ വിഡ്ത്ത്, ഹൈറ്റ്, ടേബിളിൻ്റെ സൈസ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഫ്രെയിം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഇവിടെ ഉണ്ട്. അതിനകത്ത് ഫ്രെയിം എന്ന് പറയുമ്പം അതിൻ്റെ ബോർഡർ എവിടെയൊക്കെ വേണമെന്നുള്ളത് നമ്മളിപ്പം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സൽ ഷീറ്റിലൊക്കെ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് വിസാർഡിനകത്ത് നമുക്ക് മുകളിൽ വേണോ അല്ലെങ്കിൽ താഴെ മാത്രം ടേബിൾ വേണോ, അതിനൊക്കെ ടെംപ്ലേറ്റ്സ് അതിനകത്ത് അവൈലബിൾ ആണ് അല്ലേ. നമ്മുടെ എക്സലിൽ ഒക്കെ ചെയ്യുമ്പോൾ ദെൻ ലെഫ്റ്റ് സൈഡ് മാത്രം ബോർഡർ വേണോ അല്ലെങ്കിൽ റൈറ്റ് സൈഡ് മാത്രം ബോർഡർ വേണോ. സോ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമുക്ക് യൂസ് ചെയ്യാം. മുകളിൽ വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡർ ഉണ്ടാവില്ല. മുകളിൽ മാത്രം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അബവ് കൊടുക്കാം. താഴെ മാത്രം സെറ്റ് ചെയ്യാൻ ബിലോ, എച്ച് സൈഡ്സ്, ഹൊറിസോണ്ടൽ സൈഡ്സ്, വെർട്ടിക്കൽ സൈഡ്സ്, LHS, RHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ്. ദെൻ ബോക്സ് അല്ലെങ്കിൽ ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബോർഡറും വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോക്സ് അല്ലെങ്കിൽ ബോർഡർ. ഇപ്പം ബോർഡർ ഇസ് ഈക്വൽ ടു സം വാല്യൂ കൊടുത്താൽ തന്നെ 4 സൈഡ് ബോർഡർ. ഓക്കെ, ദെൻ ഇതിൻ്റെ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിളിൻ്റെ എല്ലാ സൈഡിലും ബോർഡർ വരണം എന്നുണ്ടെങ്കിൽ എല്ലാ സൈഡിലും നമ്മൾ റൂൾസ് എന്ന് പറയുമ്പോൾ ഇപ്പം ദിസ് ഇസ് ദ ടേബിൾ. സോ ഇതിനകത്ത് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ടേബിൾ കൊടുത്തിട്ടുണ്ട് താഴെ, അത് കാണിക്കാം. കണ്ടോ, ഇതൊരു ടേബിളാണ്. ഈ ടേബിളിന് ഇങ്ങനെ ഈ ലൈന് കണ്ടോ. ബോർഡർ എന്ന് പറയുമ്പം ഇതിൻ്റെ 4 സൈഡ് മാത്രമേ ബോർഡർ വരുള്ളൂ, അതാണ് ബോർഡർ. റൂൾ എന്ന് പറയുമ്പം ഇതിൻ്റെ ഓരോ സെൽസ്, ഇതിനെ ഓരോന്നിനെയും നമ്മൾ സെൽ എന്നാണ് പറയുക. ഓരോ സെൽസിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഈ ലൈനിനെയാണ് നമ്മൾ ഈ പറയുന്ന എന്താ പറയുക റൂൾസ് എന്ന് പറയുന്നത്. ദെൻ റൂൾസ് നോ റൂൾ ആണെന്നുണ്ടെങ്കിൽ ബോർഡർ ഉണ്ടാവില്ല, ഈ സെൽസിൻ്റെ ഇടയ്ക്കുള്ള ലൈൻസ് ഉണ്ടാവില്ല. ഓക്കെ, ദെൻ കോളംസിന് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾസ് കൊടുത്താൽ മതി. റോസിന് മാത്രമാണെന്നുണ്ടെങ്കിൽ റോസ് എന്ന് കൊടുത്താൽ മതി. ഗ്രൂപ്പ്സ്, റോ ഗ്രൂപ്പ്, കോളം ഗ്രൂപ്പ്, ഇപ്പോൾ 2-3 റോയ്ക്ക് മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ 1-2 കോളത്തിന് മാത്രം കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പ്സ് ആയിട്ട് സെലക്ട് ചെയ്യാം. ദെൻ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ബോർഡർ വരും. ബോർഡർ അല്ല, റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സെൽസിൻ്റെ അടുക്കും ലൈൻസ് വരും, കള്ളി വരും. ഓക്കെ, ഇനി ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ്സ്, ആദ്യം ഇത് പറയുന്നതിന് മുമ്പേ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. നോക്കാം, ഇവിടെ ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്, ഒരു കോഡ് സെഗ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ കോഡ് സെഗ്മെൻറ്റിനകത്ത് ടേബിൾ ബോർഡർ 3 ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ സൈഡിൽ ഒരു റെഡ് കളറിൽ ഒരു ബോർഡർ വന്നിട്ടുണ്ട്, ബോർഡർ 3. ഓക്കെ, ദെൻ ബോർഡർ കളറ് റെഡ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് റെഡിലുള്ള ബോർഡറാണ് വന്നിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്, ഒരു അക്വ കളറിലൊരു ബോർഡർ വന്നിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. അലൈൻ ലെഫ്റ്റ് ആണ്, വിൻഡോൻ്റെ ലെഫ്റ്റിലാണ്, അതുകൊണ്ട് ഇത് ഡിസ്പ്ലേ ചെയ്യാം. ദെൻ സെൽ സ്പേസിങ്, സെൽ പാഡിങ്. സെൽ സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇപ്പോൾ ഇവിടെ ഇയർ എന്ന് പറയുന്ന ഈ ഒരു സെല്ലുണ്ട്, 2012-14 എന്ന് പറയുന്ന അടുത്ത സെല്ലും, ഈ 2 സെൽസിനിടക്കുള്ള സ്പേസ് ആണ് സെൽ സ്പേസിംഗ് എന്ന് പറയുന്നത്. ദെൻ സെൽ പാഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ കണ്ടന്റും അതിൻ്റെ സൈഡിലുള്ള ബോർഡർ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് സെൽ പാഡിങ് എന്ന് പറയുന്നത്. വിഡ്ത്ത് 50% ആണ്. വിഡ്ത്ത് 50% എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസാണ്. ഇതിൻ്റെ വിൻഡോയുടെ, നമ്മുടെ ഡിസ്പ്ലേ വിൻഡോയുടെ 50% സൈസ് ഒക്യുപ്പൈ ചെയ്യും ഇത്. വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൊറിസോണ്ടലി ഉള്ള ഈ ഡിസ്റ്റൻസിനെയാണ്, ഈ സൈസിനെയാണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഹൈറ്റ് ആണെങ്കിൽ മുകളിൽ നിന്ന് ടോപ്പിലേക്ക്, ടോപ്പ് ടു ബോട്ടം എത്ര സൈസ് വേർട്ടിക്കലി. ഓക്കെ, ദെൻ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ഉള്ള സ്പേസ് ആണ്, ഹൊറിസോണ്ടൽ സ്പേസ്. അത് 50% ഓഫ് ദ വിൻഡോ സൈസ്. അതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ 50% എന്നൊക്കെ സെറ്റ് ചെയ്യുമ്പം നമ്മൾ എന്താ പറയുക, ഏത് തരത്തിലുള്ള സ്ക്രീനിലും ഇത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ലാപ്ടോപ്പിലാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ സൈസ് അനുസരിച്ചിട്ട് ഇതിൻ്റെ സ്റ്റൈല് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് CSS വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 50% ഒക്കെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് നോക്കുക എത്ര റോസ് ഉണ്ട്. ഇതിൻ്റെ റോ എന്ന് പറയുമ്പം ഇയർ, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ ആൻഡ് ഫോർത്ത്, ഫിഫ്ത്ത്. 1 2 3 4 5 റോ ഉണ്ട് ഈ ടേബിളിന്. 2 കോളമുണ്ട്. ആകെ 2 കോളം. കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർട്ടിക്കലാണ് വരിക, റോ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലാണ് വരിക. ഓക്കെ, ദെൻ വേർട്ടിക്കലി 2 റോസ്, 2 കോളംസ് ഉണ്ട്. ഇതിന് 5 റോസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെങ്ങനെയാണ് കോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ടേബിൾ എന്ന് പറയുന്ന ടാഗിനടുക്കാണ് ഒരു ടേബിളിൻ്റെ കംപ്ലീറ്റ് കണ്ടന്റും നമ്മുടെ എൻക്ലോസ് ചെയ്യുന്നത്. ദ കംപ്ലീറ്റ് കണ്ടന്റ് ഓഫ് എ ടേബിൾ ഇസ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ടേബിൾ ടാഗ്. കണ്ടോ, ഇവിടെ നോക്കുക, ഇതിനകത്ത് ടേബിൾ എന്ന് പറയുന്ന ടാഗ് ഇവിടെ തുടങ്ങിയിട്ട് അത് ഇവിടെയാണ് അവസാനിക്കുന്നത്. കണ്ടോ, ഇവിടെ തുടങ്ങിയിട്ട് അത് അവസാനിക്കുന്നത് ഈ ഏറ്റവും ടേബിളിനകത്തുള്ള കംപ്ലീറ്റ് കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അത് അവസാനിക്കുന്നത്. സോ ദ ഹോൾ കണ്ടന്റ് ഇസ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ടേബിൾ ടാഗ് പെയർ. ഓക്കെ, ഇനി ഫസ്റ്റ് ഇതിൻ്റെ റോസ്. ഇത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റോ വൈസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. റോ വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് റോ ക്രിയേറ്റ് ചെയ്യും. ഫസ്റ്റ് റോയിൽ എന്തൊക്കെയാണുള്ളത്? ഇയർ ഉണ്ട്, 2012-14. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് റോ. സോ ആദ്യം നമ്മൾ ഫസ്റ്റ് റോ ക്രിയേറ്റ് ചെയ്യും. ദെൻ സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ ആൻഡ് ഫിഫ്ത്ത് റോ. സോ അതുകൊണ്ട് ഓരോ റോയ്ക്കും ഓരോ TR ടാഗ്, ടേബിൾ റോ, TR സ്റ്റാൻഡ്സ് ഫോർ ടേബിൾ റോ. സോ ഓരോ റോയ്ക്കും ഓരോ TR ടാഗ് യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ടോട്ടൽ 5 റോസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 5 TR ടാഗ് പെയർ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുക. സോ ഫസ്റ്റ് റോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ, ദിസ് ഇസ് ദ ഫസ്റ്റ് റോ കോഡ്. ഓക്കെ, ഫസ്റ്റ് റോയ്ക്കുള്ള കോഡാണ് ഇത്രയും പാർട്ട്. ഈ ഫസ്റ്റ് റോയ്ക്കകത്ത് TH, ദർ ഇസ് എ ഹെഡിങ്. TH, ഇയർ എന്ന് പറയുന്നത് ഒരു ഹെഡിങ് ആണ്. ഒരു ടേബിളിൻ്റെ സെൽസിനകത്ത് ഹെഡിങ് സെല്ലുണ്ടാവും, ഡാറ്റ സെല്ലുണ്ടാവും അല്ലേ. ഹെഡിങ് എന്ന് പറയുമ്പോൾ എന്താണ് ഹെഡിങ്? ആ ബോൾഡിൽ ആ ടൈറ്റിൽ കൊടുക്കുന്നതാണ് കറസ്പോണ്ടിങ് ഹെഡ്. ആ ഹെഡിന് ഇപ്പോൾ 2012-14 സ്മോക്കേഴ്സ്, പാൻ യൂസേഴ്സ്, ആൽക്കഹോൾ യൂസേഴ്സ് ആൻഡ് അതർ യൂസേഴ്സ്. സോ ഇതെല്ലാം ഡാറ്റയാണ്. ഈ 412, 159, 219, 280 ഇതെല്ലാം എന്താണ്? ഇതൊക്കെ ഡാറ്റയാണ്. എന്നാൽ ഈ ഇയർ 2014 ഇതൊക്കെ എന്താണ്? ഹെഡിങ്സ് ആണ് അല്ലേ. സ്മോക്കേഴ്സ് എന്ന് പറയുന്നത് ഹെഡിങ് ആണ്. ഇയറിലുള്ള സ്മോക്കേഴ്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ താഴെയുള്ള 412 ഡാറ്റ. ദിസ് ഇസ് എ ഡാറ്റ. സോ നമ്മൾ ഹെഡിങ് കൊടുക്കുന്നത് TH എന്ന് പറയുന്ന ടാഗിനകത്തും ഡാറ്റ കൊടുക്കുന്നത് TD എന്ന് പറയുന്ന ഒരു ടാഗിനകത്തുമാണ്. ഡാറ്റ നമ്മൾ TD ടാഗിനകത്ത് കൊടുക്കുന്നു, ഹെഡിങ് നമ്മൾ TH ടാഗിനകത്ത് കൊടുക്കുന്നു. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ എത്ര ടാഗ്സ്? ഒന്ന് ടേബിൾ ടാഗ്, ദാറ്റ് ഇസ് എ മെയിൻ ടാഗ്. ദെൻ റോ ക്രിയേറ്റ് ചെയ്യാൻ TR ടാഗ്, അതിനകത്തുള്ള ഹെഡിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ TH ടാഗ്, ദെൻ അതിനകത്തുള്ള ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ TD ടാഗ്. ഓക്കെ, ഹെഡിങ് നമുക്ക് ബോൾഡിൽ ഹെഡിങ് ടൈറ്റിലായിട്ട് വരേണ്ട കാര്യങ്ങളൊക്കെ ഏതൊക്കെ സെല്ലിലാണോ ഹെഡിങ്സ് ടൈറ്റിൽസ് ഉള്ളത്, സോ അവിടെയൊക്കെ നമ്മൾ TH എന്ന് പറയുന്ന ടാഗാണ് യൂസ് ചെയ്യുന്നത്. എവിടെയൊക്കെയാണോ ഡാറ്റ ഉള്ളത് അവിടെയൊക്കെ നമ്മൾ TD ടാഗ് യൂസ് ചെയ്യുന്നു. ദെൻ ഫസ്റ്റ് റോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇയർ എന്ന് പറയുന്നത് ബോൾഡിലാണ് വന്നത്. നിങ്ങൾ നോക്കുക,
ഇയർ ബോൾഡിലാണ് വന്നിരിക്കുന്നത്. സോ ഇയർ ഒരു ടൈറ്റിൽ ടാഗാണ് അല്ലേ, അപ്പം ഹെഡിങ് ആണ്. സോ TH ടാഗിനകത്ത് വേണം ഇയർ കൊടുക്കാൻ. ദെൻ 2012-14 ബോൾഡിലാണ് വന്നത് അല്ലേ, അപ്പം അതും എന്താണ്, അതും ഹെഡിങ് ആണ്. സോ ഫസ്റ്റ് റോയിൽ 2 ഹെഡിങ്സ് ആണുള്ളത്. അപ്പോൾ അത് നമ്മൾ ആ റോയ്ക്കകത്ത് രണ്ടും THനകത്ത് കൊടുക്കുക. TH ഇയർ, TH 2012-14. സോ ഫസ്റ്റ് റോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഓരോ ഐറ്റമിനും ഒന്നുകിൽ ഒരു TH ടാഗ് പെയർ വേണം, അല്ലെങ്കിൽ ഒരു TD ടാഗ് പെയർ വേണം. ഓരോ ഐറ്റം ഇപ്പോൾ ഇതിനകത്ത് എത്ര സെൽസ് ഉണ്ടോ അത്രയും സെൽസിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അത്രയും സെപ്പറേറ്റ് TH ഓർ TD ടാഗ്സ് നമ്മളിവിടെ യൂസ് ചെയ്യണം. സോ ഇവിടെ 2 ഡാറ്റയാണ് ഇതിനകത്തുള്ളത്. ഒന്ന് ഇയർ, ഒന്ന് 2012-14 എന്ന് പറയുന്നത്. ഈ 2 ഡാറ്റയാണ്. ഇത് രണ്ടും ഹെഡിങ്സ് ആയതുകൊണ്ട് നമ്മൾ അതിനകത്ത് 2 TH ടാഗ് യൂസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത റോ ക്രിയേറ്റ് ചെയ്തെന്ന് നോക്കാം. അടുത്ത റോയ്ക്കകത്ത് സ്മോക്കേഴ്സ് എന്ന് പറയുന്നത് ബോൾഡിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, ബോൾഡിലല്ലേ, അതുകൊണ്ട് ദിസ് ഇസ് എ ഹെഡിങ്. അത് TH. നെക്സ്റ്റ് റോയ്ക്കകത്ത് കണ്ടോ TH ടാഗ് സ്മോക്കേഴ്സ് THനകത്താണ്. എന്നാൽ 412 എന്ന് പറയുന്ന ഈ വാല്യൂ ദിസ് ഇസ് എ ഡാറ്റ. ആ ഡാറ്റ അത് TD ടാഗിലാണ് കൊടുത്തിരിക്കുന്നത്, TH TD ടാഗ്. ദെൻ ടേബിൾ അടുത്ത ഈ നെക്സ്റ്റ് റോയിൽ കണ്ടോ പാൻ യൂസേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഹെഡിങ്. സോ ഹെഡിങ് എങ്ങനെയാണ് തിരിച്ചറിയാം, ഹെഡിങ് ബോൾഡിലാണ് വരുന്നത്, അതുകൊണ്ട് ഹെഡിങ് ആണെന്ന് നമുക്ക് പറയാം. ഡാറ്റ ആണെങ്കിൽ അത് നോർമൽ ടെക്സ്റ്റ് ആയിട്ട് പ്ലെയിൻ ആയിട്ടാണ് വരിക. ഓക്കെ, ദെൻ TD ടാഗ് 412 എന്നുള്ളത് കൊടുത്തു. ദെൻ രണ്ടാമത്തെ റോ ക്രിയേറ്റ് ചെയ്തു. ദിസ് ഇസ് ദ കോഡ് സെഗ്മെന്റ് ഫോർ ദ സെക്കൻഡ് റോ. ആൻഡ് ഹിയർ കംസ് ദ തേർഡ് റോ. തേർഡ് റോയ്ക്ക് നമ്മൾ പാൻ യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട്, ഒരു 159 എന്ന് പറയുന്ന ഒരു ഡാറ്റ സെല്ലുണ്ട് അതിനകത്ത്. സോ ഹെഡിങ്ങും ഡാറ്റയും കൊടുത്തു. ഇനി ഈ TH TD അല്ലേ, അത് രണ്ടും നമ്മൾ കൊടുത്തു കഴിഞ്ഞില്ലേ. ഇനി അടുത്തത് നെക്സ്റ്റ് ഒന്ന് ദിസ് ഇസ് ദ ഫോർത്ത് റോ അല്ലേ. ഫോർത്ത് റോയ്ക്കകത്തുള്ളത് നമ്മൾ നോക്കുക. ഫോർത്ത് റോയ്ക്കകത്ത് കൊടുത്തിരിക്കുന്നത് ആൽക്കഹോൾ യൂസേഴ്സ് എന്ന് പറയുന്നത് ദിസ് ഇസ് ദ ഫോർത്ത് റോ. ഇവിടെ ഇതല്ലേ ഫോർത്ത് റോ. ഈ ഫോർത്ത് റോയ്ക്കകത്ത് ആൽക്കഹോൾ യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട്, 219 എന്ന് പറയുന്ന ഒരു ഡാറ്റയുണ്ട്. സോ അത് രണ്ടും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് 5th റോയാണ്. 5th റോയിൽ അതർ കേസസ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, അതർ കേസസ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് സെല്ലുണ്ട്, 280 എന്ന് പറയുന്ന ഡാറ്റ സെല്ലും. ഇനി ഈ അതർ കേസസും ഡാറ്റയാണെന്നുണ്ടെങ്കിൽ നമ്മളത് TDനകത്ത് കൊടുത്താൽ മതി. രണ്ടും ഡാറ്റ സെൽസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടും TDക്കകത്ത്. ഒരു റോയ്ക്കകത്ത് ഹെഡിങ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ 2 സെല്ലിനകത്തുള്ളത് ഡാറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 TD ടാഗ് നമ്മൾ യൂസ് ചെയ്യണം. ചിലപ്പോൾ 2 സെല്ലിനകത്തുള്ളത് ഹെഡിങ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ രണ്ടിനും ഒരു 2 TH ടാഗ് യൂസ് ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെയാണ് ടേബിൾ. ഇപ്പം നമ്മൾ എല്ലാ റോസും 5 റോയും ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ടേബിൾ ടാഗ് ക്രോസ് ചെയ്തു. കണ്ടോ? സോ ടേബിൾ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ റോയ്ക്കും നമ്മൾ ഓരോ TR ടാഗ് യൂസ് ചെയ്യണം. അപ്പോൾ 5 റോ ഉണ്ടെങ്കിൽ 5 TR ടാഗ്, 2 റോയേ ഉള്ളെങ്കിൽ 2 TR ടാഗ്. ഓക്കെ, അതിനകത്ത് എത്ര സെൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും എണ്ണം TD ഓർ TH ടാഗ് നമ്മൾ യൂസ് ചെയ്യണം. ഹെഡിങ് ആണെങ്കിൽ ഹെഡിങ്, ഡാറ്റ ആണെങ്കിൽ ഡാറ്റ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി ഞാൻ അതിനെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം. ഹിയർ ഈസ് എ HTML കോഡ് സെഗ്മെന്റ്. ഞാൻ അതിനെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഈ കോഡ് സെഗ്മെൻറ്റ് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്ത അതേ കോഡ് സെഗ്മെൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനെ ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. ഇതിനകത്ത് എന്താ വന്നത് നോക്കിയേ. ഇയർ 2012,
14 ഇത് രണ്ട് ബോൾഡിലല്ലേ വന്നത്. ഇയറും 2012-14 ബോൾഡിലാണ് വന്നത് അല്ലേ. സോ അത് ഞാൻ പ്രത്യേകിച്ച് ബോൾഡാക്കാൻ വേണ്ടി ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. ടേബിൾ ബോർഡർ 5 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഈ റെഡ് കളറിലുള്ള ഈ ബോർഡർ 5 എന്ന് വന്നിട്ടുണ്ട്. ഇനി ടേബിൾ ബോർഡർ ഞാൻ വേണമെങ്കിൽ 10 ആക്കി കാണിക്കാം. അപ്പോൾ എന്താ വരിക? എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കണ്ടോ ബോർഡറിൻ്റെ സൈസ് കൂടിയത് കണ്ടോ. നേരത്തെ നിങ്ങൾ നോക്കുക, നേരത്തെ ചെറിയ ബോർഡർ ആയിരുന്നു, ഇപ്പോഴതെന്തായി? വലിയ ബോർഡറായി. അപ്പം ബോർഡറിൻ്റെ വാല്യൂ 10 എന്ന് കൊടുത്തപ്പോൾ നമുക്കൊരു വലിയ ബോർഡർ കിട്ടി അല്ലേ. സോ ബോർഡറിൻ്റെ വാല്യൂ, ബോർഡർ ഇനി മുകളിൽ മാത്രം ബോർഡർ മതി എന്നുണ്ടെങ്കിൽ ഫ്രെയിം ഈസ് ഈക്വൽ ടു എബവ് കൊടുത്താൽ മതി. താഴെ മാത്രം ബിലോ ആണ്. ഇനി 2 ഹൊറിസോണ്ടൽ സൈഡ്സിലും മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എച്ച് സൈഡ്സ് കൊടുക്കണം. 2 വെർട്ടിക്കൽ സൈഡ്സിലാണെന്നുണ്ടെങ്കിൽ ബി സൈഡ്സ്. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ LHS, റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ RHS. പിന്നെ ബോക്സ് ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സ് അല്ലെങ്കിൽ ബോർഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സൈഡ്സിലും ബോർഡർ വരും. ഇപ്പം നമ്മൾ ഇതിനകത്ത് കണ്ട പോലെ ബോർഡർ എല്ലാ സൈഡ്സിലും വരും. ഇത് ഡിഫോൾട്ടാണ്. ഇതിപ്പോൾ എല്ലാ സൈഡിലും ഓൾ സൈഡ്സ് ബോക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഡിഫോൾട്ട് അറേഞ്ച്മെൻ്റ് ആണ് ബോർഡറിൻ്റെ കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും എല്ലാ സൈഡിലും വരും. ദിസ് എ ഡിഫോൾട്ട് വൺ. ദെൻ ഇനി BG കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബോർഡറിൻ്റെ ടേബിളിന് ഒരു BG കളർ കൊടുത്തിട്ടുണ്ട്. സോ BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ദെൻ അലൈൻ ലെഫ്റ്റ് കൊടുത്തു. അലൈൻ വേണമെങ്കിൽ നമുക്ക് റൈറ്റിലേക്ക് കൊടുക്കാം, സെൻറ്ററിലേക്ക് കൊടുക്കാം. ദെൻ സെൽ സ്പേസിങ് ഇവിടെ 5 ആണ്. ഈ സെൽ സ്പേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബോർഡർ എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലേ. ഇനി ഈ ബോർഡറിനകത്ത് 5, ഇപ്പം ഞാൻ 10 ബോർഡർ കൊടുത്തിട്ടുണ്ട്. സെൽ സ്പേസിങ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നോക്കാം. ഇതിപ്പോൾ 5 ആണ് സെൽ സ്പേസിങ് കൊടുത്തിട്ട്. ഇത് ഞാനൊരു 50 കൊടുത്തു നോക്കാം. വാട്ട് ഇസ് ഹാപ്പനിങ്? എന്താ ഇവിടെ സംഭവിച്ചത്? സെൽ സ്പേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെൽസ് തമ്മിലുള്ള സ്പേസ്, ഈ വിഡ്ത്ത് കൂടിയില്ലേ നോക്കി. നേരത്തെ നോക്കി അടുത്തടുത്തായിരുന്നു 2 സെൽസ്. സെൽ സ്പേസ്, ദ സ്പേസ് ബിറ്റ്വീൻ സെൽസ് ഉണ്ടോ, അത് കൂടിയില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സെൽ സ്പേസിങ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പം സെൽ സ്പേസിങ് 5 മതി നമുക്ക്. ഇനി സെൽ പാഡിങ് ഒന്ന് കൊടുത്തു നോക്കാം. സെൽ പാഡിങ് ഒരു 50 കൊടുത്തു നോക്കാം. ഓക്കെ, സെൽ പാഡിങ് 50 കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഇസ് ഹാപ്പനിങ്? സെൽ പാഡിങ് 50 വന്നിട്ടുള്ളത് 0 ആയിട്ടില്ല. ഓക്കെ, 50 കണ്ടോ. വാട്ട് ഇസ് സെൽ പാഡിങ്? നേരത്തെ നമ്മൾ കണ്ടത് ഇതാണ് നമ്മുടെ ടേബിൾ, ആക്ച്വൽ ടേബിൾ. സെൽ പാഡിങ് 50 കൊടുത്തപ്പം ദ സ്പേസ് ബിറ്റ്വീൻ ദ സെൽ ബോർഡർ ആൻഡ് ദ കണ്ടൻറ്റിൻ്റെയും സെൽ ബോർഡറിൻ്റെയും തമ്മിൽ ഇടയ്ക്കുള്ള സ്പേസ്, തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടോ. ദിസ് ഇസ് ദ ഡിസ്റ്റൻസ് അല്ലേ. സോ ഈ ഡിസ്റ്റൻസ് കൂടും 50 കൊടുത്തു കഴിഞ്ഞാൽ. ഇനി 50 മാറ്റിയിട്ട് നമുക്ക് 5 കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നേരത്തെ പോലെ തന്നെ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 5 പിക്സൽ ആക്കിയിട്ട് ഇവിടെ കുറച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് സെൽ പാഡിങ്ങും സെൽ സ്പേസിങ്ങും. സെൽ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ദ സ്പേസ് ബിറ്റ്വീൻ സെൽസ് ആണ്. സെൽ പാഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്പേസ് ബിറ്റ്വീൻ ദ സെൽ ബോർഡർ ആൻഡ് ദ കണ്ടന്റ്, അതാണ് സെൽ പാഡിങ്. ഇത് രണ്ടും എപ്പോഴും ചോദിക്കാറുള്ളതാണ് എക്സാമിന്. നമുക്കിത് 2 കൺഫ്യൂഷൻ ഉണ്ടാവും. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ കാര്യം നന്നായിട്ട് തറവാക്കുക. ഇതെപ്പോഴും എക്സാമിന് വരുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ഇവിടെ സെൽ പാഡിങ്ങും സെൽ സ്പേസിങ്ങും. പിന്നെ വിഡ്ത്ത് 50% ആണ്. ദാറ്റ് മീൻസ് ദ 50% ഓഫ് ദി വിൻഡോ വിഡ്ത്ത്. ഓക്കെ, വിൻഡോ ഇപ്പോൾ ഇത് ചെറിയ വിൻഡോയാണ്, അപ്പോൾ അതിൻ്റെ 50% കൊടുത്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു 80% ആക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പിക്സൽസിലും കൊടുക്കാം. ഈ 50% എന്നുള്ളത് മാറ്റിയിട്ട് ഒരു 80% ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ സൈസ് കൂടി കണ്ടോ. ഇപ്പോൾ 80% ഹൊറിസോണ്ടൽ സൈസാണ്. വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ആണ് അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുക.
സോ ഇത് വിൻഡോ സൈസ് ആകത്രേ ഉള്ളൂ, അതിൻ്റെ 80% ഓക്യുപ്പൈ ചെയ്തു. 50% ആയപ്പോൾ നേരത്തെ പകുതിയായിരുന്നു വന്നിരുന്നത്. ഓക്കെ, ഇനി സെല്ലിനകത്ത് ഇനിയിപ്പോൾ നമ്മൾ ഓരോ റോ വൈസ് കൊടുത്ത് നമ്മൾ കണ്ടു. TH ഇയർ, സ്മോക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത് കണ്ട്. ഇനി ഈ ഇയർ ഒന്ന് മാറ്റി TH റോയ്ക്ക് പകരം THന് പകരം ഇവിടെ TD ആക്കി നോക്കാം. നമുക്ക് ടേബിൾ ഡാറ്റയാക്കി. ഇതിപ്പോൾ ഹെഡിങ് ആണ് വന്നത്. TD ആക്കി കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഇയർ എന്നുള്ളത് മാറിയിട്ട് ഈ ഇപ്പം അത് ബോൾഡിലായിരുന്നു ഇതേവരെ വന്നത്, അത് മാറി അതെന്തായി? ഡാറ്റ സെല്ലായി, നോർമൽ സെല്ലായി മാറി. ഇപ്പം ഇയർ ഇപ്പം എന്താണ്? ഡാറ്റ സെല്ലാണ്. ഉണ്ടോ? TDക്ക് അത് കൊടുത്താൽ ഡാറ്റ. സോ ഇത് ഹെഡിങ് ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് കൊടുത്താൽ മതി? TH ടാഗ് കൊടുത്താൽ മതി. അത് ഡാറ്റ ആണെങ്കിൽ നമുക്ക് TD ടാഗ് കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. റോ വൈസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് കുറച്ചും കൂടെ ആട്രിബ്യൂട്ട്സിനെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഇതിനകത്ത് റൂൾസ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലിനിടക്കുള്ള റൂൾസ്, സെല്ലിനിടക്കുള്ള കണ്ടോ, ഇതിന് ഇവിടെ തമ്മിൽ റൂൾസ് ഉണ്ട്. ഈ റൂള് വരാനും വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് റൂൾസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുക്കുന്നത്. റൂൾസ് നോ റൂൾസ് നൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റൂൾസ് വരില്ല. ഇനി കോളം വൈസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ റൂൾസ് നമ്മൾ കോൾസ് എന്ന് കൊടുത്താൽ മതി. നമുക്കിതിനകത്തൊന്ന് കൊടുത്തു നോക്കാം. ഉണ്ടോ? റൂൾസ് ഇസ് ഈക്വൽ ടു നൺ എന്ന് കൊടുത്തപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്ന ടേബിൾ മാറിയിട്ട് ഇങ്ങനെയൊരു ഔട്ട്പുട്ടാണ് കിട്ടിയത്. ഇതിൻ്റെ റൂൾസ് എല്ലാം പോയി. അപ്പോൾ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ റൂൾസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, കൊടുക്കാതിരിക്കാം. സോ അത് നൺ എന്ന് പറഞ്ഞാൽ നോ റൂൾസ് ആണ്. അത് ഡിഫോൾട്ടായിട്ട് ഓൾ ആണ്, കാരണം ബിറ്റ്വീൻ ഓൾ റോസ് ആൻഡ് കോളംസ് ആണ്. ദെൻ കോളം വൈസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ കോൾസ് കൊടുക്കാം. റോ വൈസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ റോസ് കൊടുക്കാം. ഇനി ഗ്രൂപ്പ്സിലാണെന്നുണ്ടെങ്കിൽ റോ ഗ്രൂപ്പിലും കോളം ഗ്രൂപ്പുമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇനി TR-TD ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. TR ടാഗിന് അലൈൻ, ഇപ്പം നേരത്തെ നമ്മൾ കണ്ടു അത് അലൈൻ ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ അല്ലേ? അലൈൻ അലൈൻ പറയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ, ലെഫ്റ്റിലും റൈറ്റിലും സെൻറ്ററിലും നമുക്ക് റോയ്ക്ക് അകത്തുള്ള കണ്ടന്റിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പം VAlign എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ അലൈൻ ദ സെൽ കണ്ടന്റ് ഓഫ് ദ പർട്ടിക്കുലർ റോ ടു ടോപ്പ് മിഡിൽ ബോട്ടം. വെർട്ടിക്കൽ അലൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ കുത്തനെയുള്ള അലൈൻമെന്റ് ആണ്. വെർട്ടിക്കൽ എന്ന് വെച്ചാൽ മുകളിലും താഴെയും അങ്ങനെ വെർട്ടിക്കലായിട്ട് മുകളിലത്തെ രണ്ട് ബോർഡറിൻ്റെ ഇടയ്ക്ക്, മുകളിലത്തെ രണ്ട് സെല്ലിൻ്റെ ബോർഡർ ഇല്ലേ, കണ്ടില്ലേ? ഈ ബോർഡറിൻ്റെ ഇടയ്ക്ക് ഈ കണ്ടന്റിനെ എങ്ങനെ അലൈൻ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വെർട്ടിക്കൽ അലൈൻമെന്റ് എന്ന് പറയുന്നത്, VAlign. ഓക്കെ, ഇനി വെർട്ടിക്കൽ ഇനി ലെഫ്റ്റ് റൈറ്റ് അലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അലൈൻ ദാറ്റ് മീൻസ് ഹോറിസോണ്ടൽ അലൈൻമെന്റ് ആണ്. അതെങ്ങനെയാണ് വരുന്നത്? ഹോറിസോണ്ടൽ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് സൈഡ് വേസിൽ ഹൊറിസോണ്ടൽ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം 412 ലെഫ്റ്റ് അലൈൻഡ് ആണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. അതിന് അലൈൻ ഇസ് ഈക്വൽ ടു ഈ 412 എന്ന് പറയുന്ന കോഡ് എഴുതിയ അവിടെ നമുക്ക് 412 എവിടെയാണ് എഴുതിയത്? അവിടെ നമുക്ക് ആ റോയ്ക്കകത്ത് ടേബിൾ റോ പിന്നെ ഹെഡിങ് കൊടുക്കാം. 412 അല്ലെങ്കിൽ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്ക് എന്ത് കൊടുക്കാം? അലൈൻ കൊടുക്കാം. ഡാറ്റ അലൈൻ ഇസ് ഈക്വൽ ടു ALIGN ആണല്ലേ. അലൈൻ ഇസ് ഈക്വൽ ടു സെൻറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ? ഇത് നമ്മൾ റൂൾസ് നണ്ണെന്ന് കൊടുത്തുകൊണ്ടാണ് ഇവിടെ റൂൾസ് വരാത്തത്. റൂൾസ് മാറ്റി കൊടുക്കാം.
ഈ 412 നമ്മൾ കണ്ടോ, ഈ ഹെഡിങ് സെല്ല് നമ്മൾ ഈ ഡാറ്റ സെല്ല് ഈ 412 എന്നുള്ള ഡാറ്റ സെല്ലിനെ നമ്മൾ സെൻട്രൽ ലൈനായിട്ട് കൊടുത്തു. അപ്പോൾ 412 മാത്രം സെൻട്രൽ ലൈനിൽ വന്നു. ഇനി ഈ കംപ്ലീറ്റ് റോയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ TRന് നമ്മൾ അലൈൻ അപ്ലൈ ചെയ്താൽ മതി. TR അലൈൻ ഇസ് ഈക്വൽ ടു സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് റോയും സെൻട്രൽ അലൈൻഡ് ആയിട്ട് വരും. ഓക്കെ, സോ ഇതാണ് അലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. PG കളർ ടു സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ റോ. സോ ആ പെർട്ടിക്കുലർ റോയ്ക്ക് വേണ്ടി മാത്രം നമുക്ക് എന്ത് കൊടുക്കാം? BG കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഈ റോയ്ക്ക്, ഈ റോയിൽ ഞാൻ BG കളർ സെറ്റ് ചെയ്യാണ്. BG color is equal to something like gray. നമുക്ക് വാല്യൂസ് ആയിട്ട് കൊടുക്കാം. ഗ്രേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹാപ്പനിങ് കണ്ടോ, ആ കംപ്ലീറ്റ് റോയും ഗ്രേ കളർ ബാക്ക്ഗ്രൗണ്ടിൽ വന്നു. സ്മോക്കേഴ്സ് 412 എന്നുള്ളത് ഗ്രേ കളറിൽ വന്നു. ഇനി ആ ഡാറ്റ സെല്ലിനും ഹെഡിങ് സെല്ലിനും മാത്രം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ഇത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് കേട്ടോ. ദെൻ TH-TD ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ഈ പറഞ്ഞ പോലെ തന്നെ അലൈൻ, VAlign, BG കളർ, കോൾ സ്പാൻ, റോ സ്പാൻ. കോൾ സ്പാൻ, റോ സ്പാൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കോൾ സ്പാൻ, റോ സ്പാൻ ചെയ്യുന്നത് ഇവിടെ ഹെഡിങ്ങിനും ഡാറ്റയ്ക്കും കോൾ സ്പാൻ, റോ സ്പാൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ലിസൺ ഹിയർ, ഇവിടെ ഒരു ടേബിളുണ്ട്. ആ ടേബിളിനകത്ത് കണ്ടോ, ഇങ്ങനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹിയർ ഇസ് എ ടേബിൾ. ആ ടേബിളിനകത്ത് നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് ഇതൊരൊറ്റ റോയാണ്. ഈ റോയ്ക്കകത്ത് കംപ്ലീറ്റ് ഈ ഡാറ്റ കംപ്ലീറ്റ് സ്പാൻ ചെയ്ത് കിടക്കുകയാണ്. സോ ഇവിടെ എത്ര കോളംസ് ഒക്യുപ്പൈ, നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഈ ഒരു സെല്ല് എത്ര കോളം ഒക്യുപ്പൈ ചെയ്തു? 3 കോളം ഒക്യുപ്പൈ ചെയ്തു. 3 കോളം അല്ലേ? ദിസ് ഇസ് ദ ഫസ്റ്റ് കോളം, ദ സെക്കൻഡ് കോളം ആൻഡ് ദ തേർഡ് കോളം. സോ ഈ ഒറ്റ സെല്ല് 3 കോളംസ് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 3 കോളംസും കമ്പൈൻ ചെയ്ത് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ റോ സ്പാനും കോൾ സ്പാനും. അപ്പോൾ കോളം വൈസ് ഇപ്പോൾ ഈ താഴെ ഇയർ എന്ന് പറയുന്നത് നോക്കിയേ, 2 റോ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഹൊറിസോണ്ടലി ഉള്ളതാണ് റോ. ഈ ഇയർ എന്ന് പറയുന്ന 2 റോ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റോ സ്പാൻ ആണ് യൂസ് ചെയ്യുക. 2 റോ, റോ സ്പാൻ ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 റോ. ഇവിടെ കോൾ സ്പാൻ ഇസ് ഈക്വൽ ടു 3 കൊടുത്തു കഴിഞ്ഞാൽ 3 കോളം. കണ്ടോ? സോ ഇങ്ങനെ ഈ ഒരു ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കാം. ടേബിൾ ബോർഡർ, സെൽ സ്പേസിങ്, സെൽ പാഡിങ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി ഈ ടേബിളിൻ്റെ റോ നോക്കുക. ദിസ് ഇസ് ദ ഫസ്റ്റ് റോ. ഫസ്റ്റ് റോയ്ക്കകത്ത് നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് എന്ന് മാത്രമാണുള്ളത് അല്ലേ? നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റുഡൻസ്. സോ അത് 3 കോളംസ്. കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തനെയുള്ളത്, വേർട്ടിക്കലി ഉള്ളതാണ് കോളംസ്. സോ 3 കോളംസ് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. സോ ആ ഹെഡിങ് സെല്ലിന് കോൾ സ്പാൻ ഇസ് ഈക്വൽ ടു 3 എന്ന് കൊടുത്തപ്പോൾ ആ കംപ്ലീറ്റ് 3 കോളത്തിൽ അത് സ്പാൻ ചെയ്ത് കിടന്നു. നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റുഡൻസ്, ഹെഡിങ് അത് ബോൾഡിലാണ് വന്നത്. സോ ഇറ്റ് ഇസ് എ ഹെഡിങ്, നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റുഡൻസ്. ഓക്കെ, ആ റോയ്ക്കകത്ത് ഇനി വേറെ ഡാറ്റയൊന്നും ഇല്ലല്ലോ കൊടുക്കാൻ, അതുകൊണ്ട് ആ റോ കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ നിങ്ങൾ നോക്കുക. സെക്കൻഡ് റോവിനകത്ത് ഫസ്റ്റ് സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ ആണ്. ഇതിന് 3 റോസ് ഉണ്ട്. നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു റോയും പിന്നെ ഇയറിൻ്റെ തന്നെ ഇയർ 2 റോയിലാണ് സ്പാൻ ചെയ്യുന്നത്. അപ്പം 2014-15 എന്ന് പറയുന്ന ഈ 2 റോസും ഉണ്ട് അല്ലേ? സോ ഇതിന് ടോട്ടലി 3 റോസ് ആണുള്ളത്. സോ ഫസ്റ്റ് റോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് റോയ്ക്കകത്ത് ഒരൊറ്റ ഡാറ്റയേ ഉള്ളൂ. ആ ഒറ്റ ഡാറ്റ സ്പാൻ ഓവർ 3 കോളംസ് ഉണ്ടോ? സ്പാൻ ഓവർ 3 കോളംസ് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോയ്ക്കകത്ത് 3 ഡാറ്റ ഉണ്ട്. 3 ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ ഇയർ ആണ്, രണ്ടാമത്തെ ഡാറ്റ 2014 ആണ്, മൂന്നാമത്തെ ഡാറ്റ 75 ആണ്, 75. ഓക്കെ, സോ അതിനകത്ത് ഈ ഹെഡിങ് ഇയർ എന്ന് പറയുന്ന ഹെഡിങ് ആണ്. സോ ഫസ്റ്റ് ഡാറ്റ ആദ്യം കൊടുക്കുക, സെക്കൻഡ് ഡാറ്റ പിന്നെ കൊടുക്കുക, തേർഡ് ഡാറ്റ പിന്നെ കൊടുക്കുക. ദെൻ ഇയർ എന്ന് പറയുന്നത് റോ സ്പാൻ 2 ആണ്. 2 റോയ്ക്കകത്ത് സ്പാൻ ചെയ്ത് കിടക്കണം ഇയർ എന്ന് പറയുന്ന ഈ ഹെഡിങ്.
ഈ സെല്ല് 2 റോ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്, 2 റോ കമ്പൈൻ ചെയ്തിട്ട്. സോ ആ സെല്ലിനെ നമ്മൾ കോഡ് എഴുതുമ്പം TH ഇറ്റ്സ് എ ഹെഡിങ് സെൽ, റോ സ്പാൻ ഇസ് ഈക്വൽ ടു 2. ദെൻ അതിനകത്ത് ഇയർ എന്ന് പറയുന്നതാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത്. അത് അവിടെ ക്ലോസ് ചെയ്തു. ഇനി ആ റോയ്ക്കകത്ത് 2 ഡാറ്റ ഉണ്ട്, 2014, 75. ദറ്റ് മീൻസ് 2014 ആൻഡ് 75. ഇത് രണ്ടും 2 ഡാറ്റ സെല്ലാണ്. ആ 2 ഡാറ്റ നമ്മൾ വീണ്ടും കൊടുത്തു, കാരണം ആ റോ കംപ്ലീറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യണം. ആ റോയ്ക്കകത്ത് 3 ഐറ്റംസ് ആണ്. ഒന്ന് ഇയർ, ഒന്ന് 2014, ഒന്ന് 75. ആ ഇയർ എന്നുള്ളത് സ്പാൻ ഓവർ 2 റോസ് ആൻഡ് 2014 അത് സിംഗിൾ സെല്ലാണ്, 75 സിംഗിൾ സെല്ലാണ്. ആ റോ കംപ്ലീറ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത റോയ്ക്കകത്ത് നോക്കാം. ഈ ഇയർ എന്ന് പറയുന്ന ഫസ്റ്റ് ഡാറ്റ നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതാണ്. ഇതിന്റെ പ്രീവിയസ് റോയിൽ, സെക്കൻഡ് റോയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ആ റോയ്ക്കകത്ത് പിന്നെ നമ്മൾ ബാക്കി വരുന്ന 2 ഐറ്റംസ് മാത്രം കൊടുത്താൽ മതി. ഇയർ നമ്മൾ സെക്കൻഡ് റോയിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് റോയിൽ 2015ഉം 88ഉം ഈ 2 ഡാറ്റ മാത്രമേ ഉള്ളൂ. ഇനി ആ 2 ഡാറ്റ മാത്രം നമ്മൾ ഡിസൈൻ ചെയ്താൽ മതി. കണ്ടോ, അത് ബാക്കി വരുന്ന ഡാറ്റ മാത്രം. സോ അതിനകത്ത് അത് രണ്ടും ഡാറ്റ സെല്ലാണ്. സോ TD 2015, അടുത്തതും TD ടാഗ് പെയറിനുള്ളിൽ 88. സോ ഈ 2 ഡാറ്റയ്ക്കും 2 TD ടാഗ് പെയർ നമ്മൾ യൂസ് ചെയ്യുന്നു. സോ ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് റോ ഈ സ്പാൻ ഓവർ 3 കോളംസ്. അതുകൊണ്ട് ഇവിടെ TH ആ റോയ്ക്ക് അകത്തുള്ള ആ ഫസ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് ആ ഡാറ്റ തന്നെ 3 കോളംസിൽ സ്പാൻ ചെയ്തിട്ടുണ്ട്. സോ കോൾ സ്പാൻ ഇസ് ഈക്വൽ ടു 3 എന്ന് കൊടുത്തു. ആ റോയ്ക്കകത്ത് വേറെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ നമ്മൾ കൊടുത്തിട്ടില്ല. ഇനി വേറൊരു ഐറ്റം ഇല്ല, ഉണ്ടെങ്കിൽ അത് വീണ്ടും കൊടുക്കണമായിരുന്നു. വേറെ ഒരു ഐറ്റം ഇല്ല അതിനകത്ത്. ഇനി സെക്കൻഡ് റോയിൽ 3 ഐറ്റമാണ്. ഒന്ന് ഇയർ, ഒന്ന് 2014, ഒന്ന് 75. സോ ഇയർ എന്നുള്ളത് ഹെഡിങ് ആണ്. ആ ഇയർ എന്ന് പറയുന്ന ഡാറ്റ ഈ സ്പാൻ ഓവർ 2 റോസ്. അതുകൊണ്ട് റോ സ്പാൻ ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. പിന്നെ അതിനകത്തുള്ള 2 ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡാറ്റ സെൽസ് ആണ്. 2014 ആണ്, 75 ആണ്. ആ റോ കംപ്ലീറ്റ് ചെയ്തു. ദെൻ തേർഡ് റോ, അതിനകത്ത് നമ്മൾ ഇനി ബാക്കി വരുന്ന 2 ഐറ്റംസ് ആണുള്ളത്. ഇയർ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇയർ അത് വീണ്ടും ഇതിനകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ അതിനകത്ത് ബാക്കി വരുന്ന 2 2015, 88 എന്ന് പറയുന്ന 2 ഡാറ്റ സെൽസ് നമ്മൾ 2 TD ടാഗിനകത്ത് കൊടുത്തു. സോ 3 റോയും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ടേബിൾ ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. സോ ദിസ് ഇസ് ഹൗ to create a table in our web page. സോ ഇങ്ങനെ റോ സ്പാൻ, കോൾ സ്പാൻ കൊടുത്തിട്ടുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡ് നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻസിന് വരാറുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ ഇങ്ങനെയാണ്. ഇപ്പം നമ്മൾ സോഫാർ ഇന്ന് ക്ലാസ്സിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. ദെൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ ഒരു നമ്മൾ വെബ് പേജിനകത്ത് ഒരു മ്യൂസിക് അല്ലെങ്കിൽ വീഡിയോ ഇൻസേർട്ട് ചെയ്യാൻ പഠിച്ചു. ദെൻ ഇപ്പോൾ നമ്മൾ ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പഠിച്ചു. സോ ഇതാണ് ഈ ടേബിളിൻ്റെ. ഇനി ഏതെങ്കിലും ആട്രിബ്യൂട്ട്സ് പറയാനുണ്ടെങ്കിൽ നമ്മളെല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഹിയർ ഇസ് എ ക്യാപ്ഷൻ ടാഗ്. ക്യാപ്ഷൻ എന്ന് പറയുന്ന ഒരു ടാഗ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ക്യാപ്ഷൻ ടാഗ് എന്ന് പറഞ്ഞാൽ ടേബിളിനൊരു ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ ക്യാപ്ഷൻ എന്ന് പറയുന്നത്? നമ്മൾ ലാസ്റ്റ് ടേബിളിനകത്ത് ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ടാഗിനുള്ളിൽ ക്യാപ്ഷൻ ടാഗ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇവിടെ ഒരു ക്യാപ്ഷൻ വന്നത്. ഈ പിക്ചറിനകത്ത് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ക്യാപ്ഷൻ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ക്യാപ്ഷൻ കൊടുക്കാം. ഇങ്ങനെ ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗാണ് ക്യാപ്ഷൻ ടാഗ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിനകത്ത് ടേബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്തുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും അതിൻ്റെ വാല്യൂസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. TR ടാഗ്, TH ടാഗ്, അതിൻ്റെ വരാവുന്ന ആട്രിബ്യൂട്ട് വാല്യൂസ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. സോ ഈ ടേബിളിനകത്ത് നിങ്ങൾ നോക്കുക, റോൾ നമ്പർ എന്ന് പറയുന്നത് ഒരു ഹെഡിങ് സെല്ലാണ്, നെയിമും ഹെഡിങ് സെല്ലാണ്. ഇവിടെ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്ത റോ കണ്ടോ, ഈ റോയ്ക്കകത്ത് റോൾ നമ്പർ ഇസ് എ ഹെഡിങ്, നെയിം ഇസ് എ ഹെഡിങ്. ആൻഡ് സെക്കൻഡ് റോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക, സെക്കൻഡ് റോയ്ക്കകത്ത് 1,
രണ്ട് ഐറ്റമാണ്. ഒന്ന് റോൾ നമ്പർ 1 ആലിയ അല്ലേ. സോ അത് രണ്ടും ഡാറ്റ സെൽസ് ആണ്. സോ അത് രണ്ടും നമ്മൾ TD ടാഗിനകത്ത് കൊടുത്തിരിക്കുന്നത്. എത്ര ഐറ്റംസ് ഉണ്ടോ അത്രയും TD അല്ലെങ്കിൽ TH ടാഗ് നമ്മൾ യൂസ് ചെയ്യണം. സോ ഇതിനകത്ത് മൂന്നാമത്തെ റോയ്ക്കകത്ത് സോ ഫസ്റ്റ് റോ ഹെഡിങ് സെൽസ് ആണ്, സെക്കൻഡ് റോ ഡാറ്റയാണ്, തേർഡ് റോയും ഡാറ്റയാണ്. സോ ഈ തേർഡ് റോയ്ക്കകത്ത് റോൾ നമ്പർ 2 ഉണ്ട്, അരുണുണ്ട്. ഓക്കെ, ആ രണ്ടും ആ റോയ്ക്കകത്ത് നമ്മൾ തേർഡ് റോ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് TD ടാഗ് അരുൺ. ഓക്കെ, സോ ധാരാളം എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. എല്ലാം ഒന്ന് ചെയ്ത് നോക്കിക്കൊള്ളാം. ഓക്കെ, TR ടാഗിൻ്റെയും TD ടാഗിൻ്റെയും ആട്രിബ്യൂട്ട്സ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ഇതിനകത്ത് റോ സ്പാൻ, കോൾ സ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സെൽ പാഡിങ്, സെൽ സ്പേസിങ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോളാം കേട്ടോ. ഇങ്ങനെ 2 ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കോഡ് എഴുതി നോക്കുക. എന്നിട്ട് ഇതിനകത്ത് നോക്കുക, നമ്പർ ഓഫ് ക്യാൻസർ പേഷ്യൻസ് റിപ്പോർട്ടഡ് അറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് ഫസ്റ്റ് വരുന്നത് നമ്പർ ഓഫ് ക്യാൻസർ പേഷ്യൻസ് ഫസ്റ്റ് റോ ഉണ്ടോ. ഇതിൻ്റെ കോൾ സ്പാൻ എന്ന് പറയുന്നത് എത്ര കോളംസിലാണ് അതുള്ളത്? 1 2 3 4 5 കോളംസിൽ സ്പാൻ ചെയ്ത് കിടക്കുന്നതാണ് ഫസ്റ്റ് സെല്ല്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു നോക്കുക കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഇനി ക്യാപ്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറച്ച് എക്സസൈസസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പ്രോബ്ലംസ്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുള്ളത് മനസ്സിലാക്കുക. അതും ഇതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും ഒന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അത് ആൻസർ ചെയ്യാൻ പഠിക്കുക. അസൈൻമെൻറ്റ് ബുക്കിലേക്ക് എഴുതുക.